കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി. രാജേന്ദ്ര വിശ്വനാഥ് കർലേക്കറാണ് പുതിയ ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്കാണ് മാറ്റിയത്. സെപ്റ്റംബർ 5-ന് ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സ്വാതി, ഏറ്റവും പ്രധാനം ഈ സൂചിപ്പിച്ചതുപോലെ കാലാവധി പൂർത്തിയാക്കിയ ശേഷവും കുറച്ചധികം മാസങ്ങളായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റുമ്പോൾ പകരം വരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൃത്യമായ RSS BJP പശ്ചാത്തലമുള്ള വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായും എങ്ങനെ നോക്കിക്കാണണം ഈ പുതിയ നിയമനത്തെ? തീർച്ചയായും അസിത സൂചിപ്പിച്ച പോലെ തന്നെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഇപ്പോൾ ബീഹാർ ഗവർണറായി മാറ്റിയിരിക്കുകയാണ്. അതേസമയം കേരളത്തിലേക്ക് BJP പശ്ചാത്തലമുള്ള നേതാവ് RSSന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കേരള ഗവർണറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ബീഹാർ ഗവർണർ ആകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഗോവ മന്ത്രിസഭയിൽ അടക്കം അംഗമായിരുന്നു പുതിയ കേരള ഗവർണറായി നിയമിച്ച രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ബീഹാറിൽ നിന്നാണ് അർലേക്കർ കേരളത്തിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടക്കം അടുത്ത ബന്ധം ഉള്ള വ്യക്തിയാണ്. കേരളത്തിലേക്കുള്ള രാജേന്ദ്ര വിശ്വനാഥിന്റെ വരവിലൂടെ BJP ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ആളാണ്. അത്തരത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം എന്ന് പറയേണ്ടി വരും. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയായി വേണം കണക്കാക്കാൻ. കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. മാത്രമല്ല സംസ്ഥാന സർക്കാരുമായി നിരന്തരമായ കലഹങ്ങൾ ഉണ്ടാവുകയും വലിയ വിവാദങ്ങളിലൊക്കെ തന്നെയും പെട്ട ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതോടൊപ്പം മറ്റ് ചില മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട്. മണിപ്പൂരിലും പുതിയ ഗവർണറെ നിയമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയ്ക്കാണ് മണിപ്പൂർ ഗവർണറായി നിയമനം ലഭിച്ചിട്ടുള്ളത്. ഈ വർഷം ഓഗസ്റ്റ് വരെ കാലാവധി ഉണ്ടെന്നിരിക്കെയാണ് ഈ മണിപ്പൂരിലെ നിയമനം. അസിത. സ്വാതി, ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുതായി കേരളത്തിലേക്ക് വരാനിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിക്കോട്ടെ, ഇതിനു മുൻപ് സദാശിവം ഉണ്ടായിരുന്ന കാലത്തായിക്കോട്ടെ, ഇവർക്കൊക്കെയും BJPയുടെ അനുഭാവമോ ആ നിലയിലുള്ള ഇടപെടലുകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാന്റെ 5 വർഷത്തെ കാലയളവൊക്കെ നമുക്കറിയാവുന്നതാണ്. സംസ്ഥാന സർക്കാരിനോട് എല്ലാ വിഷയത്തിലും ശത്രുതാ മനോഭാവം പുലർത്തിയ ഗവർണറായിരുന്നു. പക്ഷെ അങ്ങനെ ഒരാൾ മാറുമ്പോൾ നോക്കൂ സ്വാതി, പുതുതായി വരുന്ന കൃത്യമായ BJPയുടെ പശ്ചാത്തലമുള്ള ആളാണ്, നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് ഇത് ഏത് നിലയിലായിരിക്കും ബാധിക്കുക എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ തീരുമാനം വീണ്ടും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു പുതിയ മാറ്റത്തിലൂടെ എന്ന് തന്നെ കാണേണ്ടേ? തീർച്ചയായും അസിത സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ പല നീക്കങ്ങളും സംസ്ഥാന സർക്കാരിനെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പല ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിന്റെ ഈ നിയമസഭയിൽ ബില്ലിൽ പോലും ഒപ്പിടാത്ത തരത്തിലേക്കുള്ള അത്തരം നീക്കങ്ങളൊക്കെ തന്നെയും നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ ഒരു പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ പല സമയത്തും സ്വീകരിച്ച ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും പുതിയൊരു ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോൾ അയാൾക്കും കൃത്യമായിട്ടുള്ള ഒരു RSS പശ്ചാത്തലം അല്ലെങ്കിൽ BJP പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. കാരണം കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിയമനം നടപ്പിലാക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് മാറ്റുന്നതിന് പിന്നിലും വലിയൊരു രാഷ്ട്രീയ തീരുമാനമായി അതിനെ കണക്കാക്കേണ്ടതുണ്ട്. ഉടൻ തന്നെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അത്തരത്തിലൊക്കെ തന്നെയും പൂർണ്ണമായും ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഗവർണർമാരെ നിയമിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത് വീണ്ടും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ കഴിഞ്ഞ ഈ 5 വർഷത്തെ കാലയളവിലെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ സർക്കാരിനോടുള്ള നിലപാടും പരിശോധിക്കുകയാണെങ്കിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഗവർണർ കൂടിയാണ്. നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനം ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങുമ്പോൾ പോലും ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ സർവകലാശാല വിഷയങ്ങളിലടക്കം കേരളത്തോട് പുലർത്തിയ സമീപനം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. പലതവണ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്ഷേപിക്കുന്ന നിലയിൽ മാധ്യമങ്ങളിൽ വന്ന് അദ്ദേഹം ഇടപെടലുകൾ നടത്തുന്നു. തെരുവ് ഗുണ്ടകളെ പോലെ തെരുവുകളിൽ ഇറങ്ങി ആ നിലയിൽ പെരുമാറുന്നു. മന്ത്രിമാരോട് അതൃപ്തി ഉണ്ട് എന്ന് പരസ്യമായി പറയുന്നു. അദ്ദേഹത്തിന്റെ പ്ലഷർ പിൻവലിക്കുകയാണെന്ന് പരസ്യമായി പ്രതികരിക്കുന്നു. ഇതൊക്കെ നിയമവിരുദ്ധമാണ് എന്നിരിക്കൽ പോലും പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുമ്പോൾ ഇപ്പോഴും പല ബില്ലുകൾ പോലും അദ്ദേഹത്തിന്റെ പരിഗണനയിൽ ഗവർണറുടെ അനുമതി
അനുമതി തേടി ആ ടേബിളിലുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ഇവിടെ ഇപ്പോൾ പുതുതായി വരുന്ന ആൾ, അദ്ദേഹം ഗോവയിലെ BJPയുടെ നേതാവാണ്, അദ്ദേഹം സ്പീക്കറായിരുന്നു, മന്ത്രിയായിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും ആരിഫ് മുഹമ്മദ് ഖാനിൽ തുടങ്ങിയത് എന്തോ അത് ഒരു പടി കൂടി കടന്ന് അടുത്തയാളിലൂടെ രാജേന്ദ്ര വിശ്വനാഥ് കർലേക്കറിലൂടെ നടപ്പിലാക്കാൻ പോകുന്നു കേരളത്തിൽ എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയായി ഈ മാറ്റത്തെ കാണേണ്ടേ? തീർച്ചയായും അസിത സൂചിപ്പിച്ച പോലെ തന്നെയാണ് കൃത്യമായ ഒരു കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഒരു അജണ്ട തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തേക്ക് ഒരു RSS പശ്ചാത്തലമുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്താണോ കാണിച്ചത് അതിനെ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ നിയമനത്തിലൂടെ നോക്കിക്കാണേണ്ടത്. കൃത്യമായും നേരത്തെ സൂചിപ്പിച്ച പോലെ ഗോവയിലും സ്പീക്കറായിരുന്ന, ഗോവയിൽ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. അതോടൊപ്പം കൃത്യമായും RSSന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. കഴിഞ്ഞ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആകുമല്ലേ ഇത്ര പ്രകടമായ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഈ നിലയിൽ ഇടപെടൽ BJPയിലൂടെ നടത്തിയ ഒരാൾ ഗവർണറായി വരുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാകുമെന്ന് തന്നെ നമ്മൾ കരുതണം. അപ്പോൾ അത് വെറുതെ അങ്ങ് ഉണ്ടാകുന്നതല്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. തീർച്ചയായും അസിത അത്തരത്തിൽ തന്നെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ പല സമയത്തെ നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലടക്കം ഈ RSS പശ്ചാത്തലമുള്ളവരെ തിരികെ കയറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്നാൽ വിദ്യാർത്ഥികളോടടക്കം പ്രതിഷേധിച്ചുകൊണ്ട് ഒരു തെരുവ് ഗുണ്ടയെ പോലെ തെരുവിലേക്ക് ഇറങ്ങുകയും SFIക്കാരെ അടക്കം വിദ്യാർത്ഥി സംഘടനകളോട് വലിയ പുച്ഛത്തോടെ വളരെ മ്ലേച്ഛമായ തരത്തിൽ പെരുമാറിയിട്ടുള്ള ഒരു ഗവർണർ മാറുമ്പോൾ അതേ സമീപനം അതല്ലെങ്കിൽ അതിനോട് തന്നെ അതിനേക്കാൾ കുറച്ചപ്പുറത്തേക്ക് RSSന്റെ എല്ലാ രാഷ്ട്രീയവും നടപ്പിലാക്കാൻ കഴിയുന്ന, അവരുടെ അജണ്ട കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാളെ തന്നെ വീണ്ടും കേന്ദ്ര സർക്കാർ നിയമിക്കുന്നതിന് പിന്നിൽ കടുത്ത രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഈ ഗോവയിൽ നിന്നുള്ള ആളാണ്. കേരളത്തിലേക്ക് ഇദ്ദേഹം വരുമ്പോൾ വലിയ തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ബീഹാറിലേക്കുള്ള ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റത്തിന് പിന്നിലും കൃത്യമായ അജണ്ടയുണ്ട്. അതോടൊപ്പം മറ്റൊന്ന് നോക്കിക്കാണേണ്ടത് ഈ മണിപ്പൂർ ഗവർണറായി അടക്കം നിയമിച്ചിരിക്കുന്ന ആളുടെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള അജയ് കുമാർ ഭല്ലയെ ഇപ്പോൾ മണിപ്പൂർ ഗവർണറായി മാറ്റുന്നു. അത്തരത്തിൽ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ അജണ്ടകൾ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിവുള്ള വ്യക്തികളെ തന്നെ കൃത്യമായും നിയമിക്കുന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ മാറിയിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് വന്നിട്ടുള്ള ഈ കുറിപ്പിലടക്കം ഈ ഗവർണർമാരുടെ മാറ്റം സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഗവർണറുടെ നിയമനം ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അസിത. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ 5 വർഷക്കാലം സംസ്ഥാന സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചതെങ്കിൽ കൃത്യമായ BJP RSS പശ്ചാത്തലമുള്ള മറ്റൊരാളെ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി കേരളത്തിലെ ഗവർണറായി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, അദ്ദേഹം കൃത്യമായി 1980 മുതൽ തന്നെ BJPയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, BJPയിൽ അംഗത്വം എടുത്തിട്ടുള്ള, BJPയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിലടക്കം സജീവമായ ഇടപെടൽ നടത്തിയിട്ടുള്ള, ആ നിലയിൽ പരിവപ്പെട്ടു വന്ന നേതാവാണ്. അങ്ങനെ ഒരാളെയാണ് ആരിഫ് മുഹമ്മദ് ഖാന് പകരം കേരളത്തിലേക്ക് ഗവർണറായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിയമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു ചില സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് മാറ്റമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് മാറുകയും ചെയ്യും. സെപ്റ്റംബറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കാലാവധി പൂർത്തിയാക്കിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലേക്ക് വരാനായി ഒരുങ്ങുന്നത്.